ക്യാപ്ച കോഡിന്റെ മറവിലാണ് സൈബർ തട്ടിപ്പ്. ക്ലിക്ക് ഫിക്സ് എന്ന പേരിൽ വെബ്സൈറ്റുകൾ വഴിയാണ് ഈ പുതിയ തട്ടിപ്പ്. ക്യാപ്ചയ്ക്ക് ശേഷം വ്യാജ ഡയലോഗ് ബോക്സ് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കമ്പ്യൂട്ടറോ ഫോണോ ഹാക്ക് ചെയ്യുകയാണ് ലക്ഷ്യം. ബാങ്ക് പാസ്വേഡ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ ഹാക്ക് ചെയ്യുന്നു. വിവരങ്ങൾ ലോക്ക് ചെയ്തതിനു ശേഷം അൺലോക്ക് ചെയ്യാൻ പണം ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പ് രീതി. അശ്വിൻ ഡിയാഗോ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഏത് വിധേനയും പലതരത്തിൽ ഏത് വഴിക്കും തട്ടിപ്പ് സംഘം നമ്മളെ തേടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാലത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ക്യാപ്ച, നമ്മളും പല ഇടപാടുകൾക്കും ക്യാപ്ച കൊടുക്കുന്ന ആളുകളാണ്. ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇവരുടെ തട്ടിപ്പ് രീതി എങ്ങനെയായിരുന്നു? എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം അല്ലെങ്കിൽ രക്ഷപ്പെടാം? എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം? തട്ടിപ്പ് പറ്റിപ്പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷിഹാസ് പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു രീതിയിലുള്ള പുതിയ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ഇത് പുതിയ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ക്യാപ്ച രൂപേണയാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളൊരു പുതിയ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ വരാറുണ്ട്. അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് നടത്താനോ സാധാരണഗതിയിൽ നമുക്ക് കഴിയുക. ഈ രീതിയിലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് സംഘം അവലംബിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ക്ലിക്ക് ഫിക്സ് എന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതായത് നമ്മൾ ഈ വെബ്സൈറ്റിൽ അറിയാതെ എങ്ങാനും കയറി കഴിഞ്ഞ ശേഷം ഈ വെബ്സൈറ്റിൽ നിന്ന് ഒരു വ്യാജ ഡയലോഗ് ബോക്സ് പോപ്പായി വരും. അതിൽ നിറയെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും. ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഈ തട്ടിപ്പുകാർക്ക് നമ്മുടെ സ്വകാര്യ ഡേറ്റകളടക്കം എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഏത് ഫോണിൽ നിന്നാണോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നാണോ സിസ്റ്റത്തിൽ നിന്നാണോ നമ്മൾ കയറുന്നത്, ആ സിസ്റ്റത്തിൽ ഗൂഗിൾ പാസ്വേഡ് വഴി നമ്മൾ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് ഇവർക്ക് ലഭിക്കുന്നു. നമ്മുടെ UPI പിൻ നമ്പറുകൾ അടക്കം ഇവർക്ക് ലഭിക്കുന്നു. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഒരു തട്ടിപ്പ് സംഘം നമ്മുടെ ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലോക്ക് ചെയ്യും. പിന്നീട് ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പിന്റെ രീതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ സാധാരണഗതിയിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാപ്ച വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അത് പലർക്കും ഈ ഒരു വ്യാജ ചാറ്റ് ബോക്സ് വരുന്നതോടുകൂടി തന്നെ തട്ടിപ്പ് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയം നമുക്ക് തോന്നുവാണെങ്കിൽ പോലീസ് ആദ്യം പറയുന്നത് ആ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അത് വിച്ഛേദിക്കണം എന്നുള്ളതാണ്. അതായത് വൈഫൈ കൂടിയാണ് നമ്മൾ കയറുന്നതെങ്കിൽ ആ വൈഫൈ കണക്ഷൻ നമ്മൾ കട്ട് ചെയ്യണം. അല്ല, നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് കയറുന്നതെങ്കിൽ ആ ഒരു ഇന്റർനെറ്റ് സേവനം വിച്ഛേദിക്കണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം ആ ഡിവൈസ് അടക്കം പോലീസിന് കൈമാറണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. കാരണം പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതൊരു പുതിയ രീതിയിലുള്ള തട്ടിപ്പായതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ക്രാക്ക് ചെയ്യുന്നതിൽ അല്പം സമയം ആവശ്യമാണ്. അതുകൊണ്ട് ഈ സംശയം തോന്നുകയാണെങ്കിൽ ആ ഡിവൈസ് അടക്കം, മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് ആണെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ അടക്കം പോലീസിന് കൈമാറണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. മാത്രമല്ല, ഇത്തരത്തിലുള്ള ക്യാപ്ച ഏതെങ്കിലും തരത്തിൽ വരികയാണെങ്കിൽ തൽക്കാലം അതിനോട് റെസ്പോണ്ട് ചെയ്യരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി പോലീസ് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് വലിയ തോതിൽ വിവിധയിടങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് പരാതി ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിനടക്കം വന്നതോടുകൂടിയാണ് ഒരു സംഭവം പുറത്തേക്ക് വരുന്നതും തട്ടിപ്പിന്റെ പുതിയ രീതി പോലീസ് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സൈബർ പോലീസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പുതിയ തട്ടിപ്പ് രീതിയാണ് ഈ സംഘം അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 തരത്തിലുള്ള തട്ടിപ്പുകളെങ്കിലും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേത്, ഏറ്റവും പുതിയത് മാത്രമാണ്, അവസാനത്തേതല്ല ഈ ക്യാപ്ച തട്ടിപ്പ്. അപ്പോൾ അനാവശ്യമായ ഒരു വിവരങ്ങളും ഒരു ലിങ്കിലും കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അനാവശ്യമായ വിവരങ്ങൾ ആർക്കും നൽകാതെ ഇരിക്കുക. കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള സർവ്വമാന പണവും അടിച്ചു മാറ്റാൻ ഒരു വലിയ തട്ടിപ്പ് സംഘം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും തട്ടിപ്പ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു ലിങ്കും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാതെ ഇരിക്കുക. തട്ടിപ്പിൽ പെട്ടുപോയാൽ എത്രയും വേഗം പരാതിപ്പെടുക, പോലീസിനെ അറിയിക്കുക.